അദബുൻ അദബുൻ അ അ അലിഫ് അലിഫ് അ അ അലിഫ്. ഇന്നലെ നമ്മൾ അദബുൻ പാഠത്തിൽ നിന്ന് ആ കണ്ടു. ഇന്ന് ആ എന്നതിൽ നിന്ന് ആരെ കണ്ടു? അലിഫ്. ആരെ കണ്ടു? ആ എന്നതിന്റെ മുകളിലുള്ള ഇതിനെങ്ങനെ പൊത്തി പൊടിച്ച അപ്പൊ ഇതിന്റെ പേരെത്താ? അലിഫ്. അലിഫ് അലിഫ്. ഇന്ന് നമ്മൾ കളർ കൊടുത്തല്ലോ. ഇനി നിങ്ങളെല്ലാവരും ഇന്ന് നിങ്ങളുടെ ഉമ്മയോട് ഒരു A4 തരാൻ പറയാം. ഏറ്റവും നല്ല ഭംഗിയിൽ ചെയ്ത് വരുന്ന ആൾക്ക് നമ്മൾ അതിൽ ഒരു സ്റ്റാർ ഒട്ടിച്ചു കൊടുക്കും. അപ്പൊ നിങ്ങൾ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യുക? ഉമ്മാനോട് ഇതുപോലെ A4 വരച്ചു തരാൻ പറയാം. 2 3 4 നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര വരക്കാം. ഒരു A4 ഒരു ഭാഗത്ത് ഉമ്മാനോട് ആ അലിഫ് ഒന്ന് പറഞ്ഞു നോക്കി. ആ അലിഫ്. അതുകൊണ്ട് ഉഷാറായിട്ട് ആ അലിഫ്. ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി. ആ അലിഫ്. ഉമ്മ നിങ്ങൾക്ക് A4 എന്ത് ചെയ്യും? ഇതുപോലെ എഴുതി തരും. നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് നമ്മൾ കളർ കൊടുത്തല്ലോ, ഈ രൂപത്തിൽ തന്നെ കളർ കൊടുക്കുക. അതിന് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി? നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 കളർ എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 കളർ എടുത്തിട്ട് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്ന അതേ രൂപത്തിലാണ് നിങ്ങൾ A4 കൊടുക്കേണ്ടിട്ടോ. അപ്പോൾ ഉമ്മ നിങ്ങൾക്ക് ഇതുപോലെ ആ അലിഫ് എന്ന് ആ A4 ഒരു ഭാഗത്ത് കുറേ വരച്ചു തന്നിട്ടുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 കളർ എടുത്തിട്ട് പുസ്തകം കാണിക്കണോക്കി ആദ്യം ഇവിടെ ഒരു കളർ വെക്കുക കേട്ടോ. അലിഫിന്റെ ഏറ്റവും മുകളിൽ വെച്ചു. എന്നിട്ട് താഴേക്ക് അലിഫ് ഇതും വന്ന ഇതിന്റെ പേര് ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ മതി. അലിഫിന്റെ മുകളിൽ അതും കൂടി വന്ന. ഇനി വേറെ കളർ എടുത്തു. അലിഫ് വേറെ കളർ എടുത്തിട്ടോ. അലിഫ് നോക്കാം നിങ്ങള്. ഇപ്പൊ എത്ര ആദ്യരുണ്ട്? ഒരു റോസ് ആ, ഒരു മഞ്ഞ ആ, ഒരു നീല ആ. ഇങ്ങനെയാണ് കളർ കൊടുക്കേണ്ടത്. ഇനി അടുത്ത അലിഫിനെ കളർ കൊടുക്കുക. നോക്കി മുകളിൽ വെച്ചു. അലിഫ്. നമ്മൾ വേറെ കളർ എടുത്തിട്ട് അതിനെ നേരെ പുറത്ത് ഇങ്ങനെ താഴേക്ക് കൊടുക്കുക. അലിഫ്. വീണ്ടും ഒരു കളർ എടുത്തു, മുകളിൽ നിന്ന് താഴോട്ട് കൊടുത്തു. അലിഫ്. ഇവിടെ ഇപ്പൊ എത്ര അലിഫായി? മഞ്ഞ അലിഫുണ്ട്, റോസ് അലിഫുണ്ട്, നീല അലിഫുണ്ട്. ഇങ്ങനെയാണ് കളർ കൊടുക്കേണ്ടത്. അപ്പൊ ഉമ്മ A4 എഴുതി തരുന്ന ആക്കും അലിഫിനും ഇതുപോലെ നിങ്ങൾ വൃത്തിയിൽ കളർ കൊടുക്കുക. അല്ലാതെ ചില കുട്ടികളുണ്ട് എന്ത് ഇതുപോലെ കളർ കൊടുക്കുന്ന ആൾക്കാർ ഇതാ ഇങ്ങനെ കൊടുക്കാൻ പാടില്ല. ചിലര് അടിയിന്ന് മുകളിൽ അങ്ങനെയും കൊടുക്കാൻ പാടില്ല. ചിലര് ആദ്യം ഇതിന് കൊടുക്കും, അതും കൊടുക്കാൻ പാടില്ല. അപ്പൊ ആദ്യം കൊടുക്കേണ്ടത് അലിഫ് എന്നതിനേക്കാണ്. അത് മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ ഒരു ഒറ്റ വരാം. പിന്നെ ഇതിന് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പാടില്ല, ഇവിടുന്ന് ഇങ്ങോട്ട്. ഇതൊക്കെ അമ്മമാര് ശ്രദ്ധിക്കുക. അപ്പോഴാണ് യഥാർത്ഥത്തിൽ അറബിയിലുള്ള അ എന്ന അക്ഷരം ആവുള്ളൂ. ഓക്കെ. അപ്പൊ നിങ്ങൾ ശനിയാഴ്ച വരുമ്പോ നിങ്ങളടുത്തൊക്കെ A4 ഇതുപോലെ ആ അലിഫ് ഉണ്ടാവൂലേ? ഇൻഷാ അല്ലാഹ് ആരൊക്കെ കൊണ്ടുവരും? കയ്യൊന്നിച്ചാണ് A4 ആരൊക്കെ ആ അലിഫ് കളർ എടുത്ത് കൊണ്ടുവരും? ഇൻഷാ അല്ലാഹ് നല്ല ഭംഗിയുള്ളത് നമ്മുടെ ക്ലാസ്സിൽ ഒട്ടിക്കൂട്ടോ. അപ്പൊ ഉമ്മാര് ചെയ്തു കൊടുക്കാൻ പാടില്ല,
ഉമ്മാനിത് വരച്ചു കൊടുക്കുക. ചെയ്യേണ്ടത് ആരാണ്? കളർ കൊടുക്കേണ്ടത് ആരാണ്? നിങ്ങളാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ശനിയാഴ്ച വരുമ്പോഴേ നിങ്ങളെ സ്ലേറ്റിൽ ഇതുപോലെ കള്ളി വരയ്ക്കുക. എന്നിട്ട് മുകളിൽ ഉമ്മ എഴുതി തരും ഇതുപോലെ അ അലിഫ് അ അലിഫ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? താഴേക്ക് ഇങ്ങനെ പറഞ്ഞ് അ അലിഫ് അ അലിഫ് അ അലിഫ്. അപ്പോൾ ഒരു വട്ടം ഉമ്മ എഴുതി തരും, താഴേക്ക് നിങ്ങൾ പറഞ്ഞ് ഇങ്ങനെ എഴുതട്ടോ. ശനിയാഴ്ച 2 പണിയായി. ഒന്ന് A4-ൽ ഉമ്മച്ച് വരച്ചു തരും, കളർ കൊടുക്കുക. ഇത് സ്ലേറ്റിൽ ഉമ്മ കള്ളി വരക്കും, ഫസ്റ്റത്തെ വരി ഉമ്മ എഴുതി തരും, അതിൻ്റെ താഴെ നോക്കി നിങ്ങൾ പറഞ്ഞ് എഴുതുക. ഇൻഷാ അല്ലാഹ്.